മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്കൂള് നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ 10 ഏക്കർ സ്ഥലത്ത് കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേന്ദ്രത്തിൽ വെച്ചിട്ട് നീറ്റ് പരീക്ഷ നടന്നു. 240 വിദ്യാർത്ഥികൾ, 239 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വന്നത്. നമ്മൾ മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. അതിന് ക്രമീകരിക്കാനുണ്ടായ ഒരു കാരണം, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകരെ ഞാനുൾപ്പെടെയുള്ളവരെ പ്രഭാഷണത്തിനും ബാക്കി കാര്യങ്ങൾക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ 5 ഗ്രാം സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ സമൂഹം 500 ഗ്രാം തിരിച്ചു ചെയ്യുന്നു. ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയുമാണ് സമൂഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തെ കാണുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷൻസും CD-കളും പെൻഡ്രൈവുകളും ബ്രോഷറുകളും എല്ലാം സ്വീകരിക്കുന്നതും പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നതുമെല്ലാം അത്ര ഗംഭീരമായിട്ടാണ്. അപ്പോൾ ഇതിന് തിരിച്ചു ചെയ്യാൻ സാധിക്കുന്ന ഒരവസരമാണ് നീറ്റ് പരീക്ഷ. 139 പെൺകുട്ടികളായ സ്ഥിതിക്ക് ഒരു ആൺകുട്ടിയേ ഉള്ളൂ എന്നുള്ള സ്ഥിതിക്ക് മാതാപിതാക്കൾ കൂട്ടത്തിലുണ്ടാവും. പുതിയ സെൻ്ററാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ ജാം ചെയ്യാനുള്ള ജാമർ നേരത്തെ തന്നെ പോലീസ് കൊണ്ടുവച്ചു. വനിതാ പോലീസ് ഉണ്ടായിരുന്നു, DYSP ഉണ്ടായിരുന്നു. പിന്നെ 500ഓളം രക്ഷാകർത്താക്കൾ ഈ കുട്ടികളുടേതായിട്ട് കുട്ടികളോടൊപ്പം വന്നിരുന്നു കാറിൽ. ഇപ്പോൾ 10 ഏക്കർ സ്ഥലമുള്ളത് കൊണ്ട് കാറ് ഈ CBSE ഇൻസ്ട്രക്ഷൻ പാലിച്ചുകൊണ്ട് അതിനപ്പുറത്ത് കാറിടാൻ സൗകര്യം കൊടുത്തു. 1000 പേർക്ക് ഇരിക്കാവുന്ന മണ്ഡപം ഫുൾ ഫാനിട്ട് സൗകര്യം ഇട്ടുകൊടുത്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഫ്രീ അല്ല, റീസണബിൾ റേറ്റിൽ. ലഞ്ച് ബിരിയാണിയും നല്ല വെജിറ്റേറിയൻ ഭക്ഷണവും ചായയും വടയും ഉച്ചയ്ക്ക് ശേഷം. പിന്നെ നമ്മുടെ ബുക്സ് പബ്ലിക്കേഷൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരുന്നു. മാതാപിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ ഫ്രീ ബ്രോഷറുകൾ എല്ലാ മാതാപിതാക്കൾക്കും സപ്ലൈ ചെയ്തിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചവരും പുസ്തകം വായിച്ചവരും ഒരു 10,000-9,000 രൂപയുടെ പബ്ലിക്കേഷൻസ് അവർ വാങ്ങിച്ചു. 16,000 രൂപയുടെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് 600-800 പേര് കഴിച്ചപ്പോൾ അത്രയും അധികം നമ്മൾ തയ്യാറാക്കിയിരുന്നത് പ്രയോജനപ്പെടുത്തി. എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പോയി, ഓരോരുത്തരും വന്ന് പറഞ്ഞിട്ട് പോയി. മറ്റെല്ലാ സ്കൂളുകളിലും നീറ്റ് പരീക്ഷ മറ്റ് പരീക്ഷകൾ നടക്കുമ്പോൾ നമുക്കൊന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ല സാറിത് 10-400 കസേരയിട്ട് ഈ 18 ഫാനും ഓൺ ചെയ്തിട്ട് വായിക്കേണ്ടവർക്ക് വായിക്കാനുള്ള മെറ്റീരിയൽ നേരത്തെ കൊടുത്ത് ഭക്ഷണത്തിനും ചായയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇതെല്ലാം ചെയ്തൊരു പുണ്യമായിട്ട് തോന്നുന്നു. ഞങ്ങൾ ഇനിയും വരും, ഇടയ്ക്ക് വരും. ഒത്തിരി മുസ്ലിങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ഒത്തിരി ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം മതത്തിനെ എടുത്തെടുത്ത് പറയുകയല്ല, ചിലതൊക്കെ പറഞ്ഞേ തീരൂ എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ആർക്കും അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കുറേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അമ്പലത്തിനകത്ത് പോയിട്ട് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു 10,000 മെറ്റീരിയൽ, ഹെറിറ്റേജ് മെറ്റീരിയൽ മ്യൂസിയത്തിൽ അടുക്കിയിരുന്നു. ഒരു 2.5-3-4 മണിക്കൂർ കൊണ്ട് അവരത് മുഴുവനും കണ്ടു. അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇത് കണ്ടു. ലൈബ്രറിയിൽ നിന്ന് കുറേ പേര് വായിച്ചു. എല്ലായിടത്തും ഫാനിട്ട് കൊടുത്തിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇത് യൂട്യൂബിലൂടെ എടുത്ത് പറയത്തക്ക വിധത്തിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഫ്രണ്ടിൽ മുഴുവനും 10-14,000 സ്ക്വയർ ഫീറ്റിൽ ഇൻ്റർലോക്ക് ബ്രിക്കിട്ടപ്പോഴത്തേക്കും ഹോൾ ക്യാമ്പസ് തിളങ്ങി വിളങ്ങുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര്, ഉദയഭാരതം, ഉദയ കേരളം ഗ്രൂപ്പ്, ശ്രീ നരേന്ദ്രനാഥ് ജി, വിമലാജി, ഓമനാജി എന്നൊക്കെ പറഞ്ഞ ഒരു കുറേ പേര് എപ്പോഴും ഡൊണേഷൻ ചോദിക്കാതെ അയക്കുന്നുണ്ട്. ധാരാളം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് മുഴുവനും ഇങ്ങനെ കുറേ ക്യാൻസർ പേഷ്യൻറ്റിന് പോകും, കുറേ രോഗികൾക്ക് പോകും, കുറേ ഓർഫനേജസിന് പോകും, കുറേ ഈ സ്ഥാപനം വലുതാക്കാൻ, നമ്മുടെ സ്കൂൾ വലുതാക്കാൻ എല്ലാത്തിനുമായിട്ട് ഉപയോഗിച്ചു. ഇന്നലെ നീറ്റ് പരീക്ഷ അതിൽ പങ്കെടുത്തവർക്കൊക്കെ ദിവ്യാനുഭൂതിയായിരുന്നു എന്ന് അവർ വന്ന് പറഞ്ഞ് രാവിലെ 7 മണിക്ക് തുടങ്ങിയ യജ്ഞം വൈകുന്നേരം 6:30 തീർന്നപ്പോൾ അനുഭൂതിയുടെയും അനുഭവത്തിൻ്റെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കേന്ദ്രമായ നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ
മഴുവഞ്ചേരി കേച്ചേരിയിൽ നിന്ന് 1 കിലോമീറ്റർ ടുവേർഡ്സ് തൃശ്ശൂരിൽ നിന്ന് 14ാമത്തെ കിലോമീറ്റർ സ്റ്റോപ്പ്. അവിടെ നിങ്ങളും വരണം. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഭാഷണത്തിലൂടെ മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സ്ഥാപനം, ഒരു സ്കൂൾ, ടൈലറിംഗ് കോളേജ്, കമ്പ്യൂട്ടർ സെൻറ്റർ, 3 തരത്തിലുള്ള ലൈബ്രറി, വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ, അതുപോലെ ഗസ്റ്റ് ഹൗസ്, അന്നക്ഷേത്രം, ക്യാൻറ്റീൻ, നല്ലൊരു അമ്പലം, എല്ലാ മതസ്ഥർക്കും വരാനുള്ളത്, മ്യൂസിയം, 16,000 ഐറ്റങ്ങൾ വെച്ചിട്ട് എല്ലാം ചെയ്യുമ്പോൾ ഇതേമാതിരി ഞാൻ അൽ ഇസ്ലാം സ്കൂളിലെ 7 ദിവസത്തെ ക്യാമ്പ് നടന്ന നമ്മുടെ സെൻറ്ററിലാണെന്ന് ഞാൻ നേരത്തെ പറയേണ്ടായി. അവിടെ എറണല്ലൂർ പള്ളിയിലെ ആഘോഷം ഇപ്രാവശ്യം നടത്തിയത്, സോഷ്യൽ ഗെറ്റ് ടുഗദർ നടത്തിയത് അവിടെയാണ്. പഞ്ചായത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നടത്തുന്നത്, ഓൾഡ് ഏജ് ആൾക്കാരുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പ്രോഗ്രാം അവിടെയാണ്, വാർഡ് മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങുകളൊക്കെ അവിടെയാണ്, RSSൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മീറ്റിംഗ്, NSSൻ്റെ മാതാമൃതാനന്ദമ്മയുടെ സായിബാബയുടെ മീറ്റിങ്ങുകൾ, SNDPയുടെ മീറ്റിങ്ങുകൾ, എല്ലാ മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മുടെ ബന്ധുക്കളുടെ ഷഷ്ടിപൂർത്തി, ജന്മദിനാഘോഷം, അല്ലെങ്കിൽ ജോലി കിട്ടിയതിൻ്റെ ആഘോഷം, അതല്ലെങ്കിൽ വിവാഹത്തിന് സദ്യയൊന്നും ഒരുക്കാനുള്ള അനുവാദം കൊടുക്കില്ല, ജസ്റ്റ് വിവാഹ വാർഷികാഘോഷം, ഇതിനു വേണ്ടിയിട്ട് സ്നാക്സ്, ഊണ്, ഇങ്ങനെയുള്ളതെല്ലാം സിമ്പിൾ രീതിയിലാണെങ്കിൽ, അത് ഹെറിറ്റേജ് രീതിയിൽ അല്ലാതെ വേറെ രീതിയിലൊന്നും അവിടെ നടത്താൻ സാധിക്കില്ല. പ്യൂർലി അപ്ലൈഡ് ഇന്ത്യൻ ഹെറിറ്റേജ് ഉപയോഗിച്ച് നടത്താനുള്ള സംവിധാനങ്ങൾ വിപുലമായ രീതിയിൽ ഇപ്പം നടക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ഈ ഗേൾസ് പ്രോഗ്രാമുകൾ, നാഷണൽ കോമ്പറ്റീഷൻ, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനും, അതുപോലെ റീജിയണൽ കോമ്പറ്റീഷൻ, പെൺകുട്ടികളുടെ ഫുട്ബോൾ, പെൺകുട്ടികളുടെ ഹോക്കി, പെൺകുട്ടികളുടെ ഷട്ടിൽ ബാഡ്മിൻ്റൺ, ഇതെല്ലാം നടക്കുമ്പോഴും നമ്മുടെ സ്കൂളിലാണ് ഈ പെൺകുട്ടികളെ താമസിപ്പിക്കാനായിട്ട് 100, 200, 300 കുട്ടികളെ താമസിപ്പിക്കാനായിട്ട് കളക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തെയാണ്. അപ്പോൾ വളരെ വിപുലമായ രീതിയിൽ നടന്ന നീറ്റ് പരീക്ഷയുടെ വലിയ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളെ അറിയിക്കാൻ വലിയ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.